ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ BSNL പുതിയതായി ലോഞ്ച് ചെയ്തിട്ടുള്ള BSNL SelfCare ആപ്പിനെ കുറിച്ചാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ആപ്പ് BSNL കസ്റ്റമേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും. SelfCare ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിന് വേണ്ട പെർമിഷൻസ് ചോദിക്കും, അതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ ഒന്നുകിൽ ലോഗിൻ വിത്ത് OTP വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം. പുതിയതായി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി താഴെയുള്ള രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ നമ്പറും നെയിമും ഇമെയിൽ ഐഡിയും പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ കാണിക്കും. അതൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യാം. ഇപ്പോൾ OTP വെച്ച് ലോഗിൻ ചെയ്ത് നോക്കാം. അതിനായി ലോഗിൻ വിത്ത് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് കാണിക്കും. അവിടെ നിങ്ങളുടെ BSNL മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലേക്ക് ഒരു OTP നമ്പർ വരും. OTP നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്പ് ഉപയോഗിക്കാം. ആപ്പിലെ ഫീച്ചേഴ്സാണ് ഇവിടെ കാണിക്കുന്നത്. മൾട്ടിപ്പിൾ അക്കൗണ്ട്, റീചാർജ്, പേ ബിൽസ്. ഇനി സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ഓപ്പൺ ആകുന്നതാണ്. ഇതാണ് ആപ്പിൻ്റെ ഹോം പേജ്. ഇതിൽ മുകളിലായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. അതിന് താഴെയായി സിമ്മിലെ ബാലൻസും വാലിഡിറ്റിയും കാണിക്കും. അതിന് താഴെയായിട്ട് സിമ്മിൽ നിലവിൽ ചെയ്തിട്ടുള്ള റീചാർജ് പ്ലാൻ ഏതാണ് അത് കാണിക്കും. അതിൻ്റെ വാലിഡിറ്റിയും ഡാറ്റ ബാലൻസും കാണിക്കും. അതിന് താഴെയായിട്ട് റീചാർജ്, പേ ബില്ല്, ഇൻ്റർനാഷണൽ റോമിങ് ഓഫേഴ്സ്. അതിന് താഴെ പോപ്പുലർ പ്ലാൻസ് കാണാം, അത് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ റീചാർജ് പ്ലാൻസ്, ഒരു ആഡ്, അതുപോലെ BSNL ട്യൂണ്, വീഡിയോസ്, വൈഫൈ, ഗെയിംസ്, പല ഓഫറുകളും കാണാം. ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ റീചാർജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. താഴെയായിട്ട് കാണുന്ന ബിൽ പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ BSNL പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ബിൽ പേ ചെയ്യാവുന്നതാണ്. അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ക്വിക്ക് പേ കൊടുത്താൽ മതി. ഇനി റീചാർജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനും അതുപോലെ പ്ലാൻ ബ്രൗസ് ചെയ്യാനും കാണിക്കും. അവിടെ ആവശ്യമുള്ള പ്ലാൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി സപ്പോർട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അതിൽ അറിയേണ്ട കാര്യം, ആപ്പിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി പോപ്പുലർ റീചാർജ് പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾ പ്ലാൻ, എല്ലാ പ്ലാനും BSNLൻ്റെ എല്ലാ റീചാർജ് പ്ലാനുകളും കാണാവുന്നതാണ്. അതിൽ കാറ്റഗറി വൈസ് ചെക്ക് ചെയ്ത് നോക്കാം. പോപ്പുലർ വോയിസ് ആൻഡ് ഡാറ്റ, വോയിസ്, ഡാറ്റ പാക്സ്, വാലിഡിറ്റി, വൗച്ചർ, ടോപ്പപ്പ്, റീചാർജ്, ഇൻ്റർനാഷണൽ റോമിംഗ് പ്ലാൻസ്, മൾട്ടി റീചാർജ്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ മുകളിലത്തെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് വരുന്നത് കാണാം. ബിൽ പേ, റീചാർജ്, മാനേജ് അക്കൗണ്ട്സ്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, സ്പെഷ്യൽ ഓഫേഴ്സ്, അതുപോലെ ഇതിൽ ആപ്പിൻ്റെ സെറ്റിങ്സും ഇതിലുണ്ട്. മറ്റുള്ള BSNL നമ്പർ ഡീറ്റെയിൽസും ഈ ഒരു ആപ്പ് വഴി നോക്കാവുന്നതാണ്. അതിന് അതർ നമ്പറിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ OTP വഴി ലോഗിൻ ചെയ്തുകൊണ്ടാണ് അതർ നമ്പറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത്. മറ്റുള്ള BSNL നമ്പറിൻ്റെ ഡീറ്റെയിൽസും ഇതുവഴി അറിയാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിലെ കൂടുതൽ ഫീച്ചേഴ്സ് ഇതുപോലെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. BSNLൻ്റെ ഈ പുതിയ സെൽഫ് കെയർ ആപ്പിൽ ഇനിയും സർവീസുകൾ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. BSNL കസ്റ്റമേഴ്സ് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.